ജനകീയ പങ്കാളിത്തത്തോടെ നടപ്പാക്കുന്ന ടൗൺ സൗന്ദര്യവൽക്കരണ പദ്ധതിക്ക് ചുഴലിയിൽ തുടക്കമായി. ചുഴലി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS, SPC, വളണ്ടിയർമാർ, വ്യാപാരികൾ, ഓട്ടോറിക്ഷ തൊഴിലാളികൾ, കുടുംബശ്രീ പ്രവർത്തകർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ എന്നിവർ ചേർന്ന് ടൗൺ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ടൗണിലെ വിവിധ ഭാഗങ്ങളിൽ മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയും പൊതുസ്ഥലങ്ങൾ ശുചീകരിക്കുകയും ചെയ്തുകൊണ്ടാണ് ആദ്യഘട്ട പ്രവർത്തനങ്ങൾക്ക് തുടക്കമായത്. വിവിധ മേഖലകളിൽ നിന്നുള്ള ജനങ്ങളുടെ സജീവ പങ്കാളിത്തം പദ്ധതിയുടെ പ്രധാന സവിശേഷതയായി. ടൗൺ ശുചിത്വം സ്ഥിരമായി നിലനിർത്തുന്നതിന്റെ ഭാഗമായി എല്ലാ ഞായറാഴ്ചയും രാവിലെ 1 മണിക്കൂർ വീതം ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ തീരുമാനിച്ചു. ഈ ജനകീയ സംരംഭത്തിൽ കൂടുതൽ ആളുകൾ പങ്കാളികളാവണമെന്നും ശുചിത്വവും സൗന്ദര്യവും നിറഞ്ഞ ചുഴലി എന്ന ലക്ഷ്യം കൈവരിക്കാൻ എല്ലാവരുടെയും സഹകരണം തുടർന്നും ഉണ്ടാകണമെന്നും സംഘാടകർ അറിയിച്ചു. ചുഴലി സൗന്ദര്യവൽക്കരണ കമ്മിറ്റിയുടെ കൺവീനർ TO സുരേഷ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ചെയർമാൻ ശൈലേഷ് ബാബുവിന്റെ അധ്യക്ഷതയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിപിന VP ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ N നാരായണൻ, രജിത ബാലഗോപാൽ എന്നിവർ സംസാരിച്ചു. ചെങ്ങളായി ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ പ്രധാനപ്പെട്ട 3 ടൗണുകളെ സൗന്ദര്യവൽക്കരിക്കണം എന്നുള്ള ഒരു ആലോചനയുടെ ഭാഗമായിട്ടാണ് ചുഴലി ടൗൺ സൗന്ദര്യവൽക്കരണം നമ്മളിപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ട് ഒരു യോഗം വിപുലമായി വ്യാപാരികളും ഓട്ടോറിക്ഷ തൊഴിലാളികളും ഉൾപ്പെടെ ഈ ടൗണുമായി നിരന്തരം ബന്ധപ്പെടുന്ന മുഴുവൻ ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു യോഗം നമ്മൾ കഴിഞ്ഞ ദിവസം ചേരുകയും ആ യോഗത്തിന്റെ ഭാഗമായിട്ട് ഒരു കമ്മിറ്റിയൊക്കെ നിലവിൽ വരുത്തി ആ കമ്മിറ്റിയുടെ ആദ്യത്തെ പ്രവർത്തനം എന്നുള്ള രീതിയിലാണ് ഇന്ന് ടൗൺ ശുചീകരണം നമ്മൾ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയിട്ടുള്ളത്. കാലാവസ്ഥ പ്രതികൂലമാണെങ്കിലും പറ്റുന്ന സമയത്ത് ചെയ്യാന്നുള്ള രീതിയിലേക്കാണ് നമ്മൾ ഇന്ന് സ്കൂളിലെ ചുഴലി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSSന്റെ വളണ്ടിയേഴ്സ്, അതുപോലെ തന്നെ സ്കൂളിലെ അധ്യാപകർ, നമ്മുടെ ടൗണിലെ വ്യാപാരികൾ, ഓട്ടോറിക്ഷ തൊഴിലാളികൾ, ഇതിൻ്റെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, കുടുംബശ്രീ തൊഴിലാളികൾ തുടങ്ങിയിട്ടുള്ള മുഴുവൻ ആളുകളും അണിനിരത്തിക്കൊണ്ടുള്ള ഈ ടൗണുമായി ബന്ധപ്പെടുന്ന എല്ലാവരെയും അണിനിരത്തിക്കൊണ്ടുള്ള ഒരു ശുചീകരണ പ്രവർത്തനമാണ്. ഇത് നമ്മൾ ഇന്നുകൊണ്ട് അവസാനിപ്പിക്കാനല്ല, ഇന്ന് തുടങ്ങി ഇനി എല്ലാ ഞായറാഴ്ചയും രാവിലെ 1 മണിക്കൂർ ടൗൺ ശുചീകരണം എന്നുള്ള രീതിയിൽ പങ്കെടുക്കാൻ പറ്റുന്ന മുഴുവൻ ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ശുചീകരണ പ്രവർത്തനമായി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇതിനെ തുടർന്ന് പൂച്ചെടികളും ഒക്കെ നട്ട് പൂച്ചട്ടികളൊക്കെ വെച്ചുകൊണ്ട് ടൗൺ സൗന്ദര്യവൽക്കരിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പദ്ധതിയാണ് ആലോചിച്ചിട്ടുള്ളത്. അത് പറയുമ്പോൾ തന്നെ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് എന്നുള്ള രീതിയിലേക്കല്ല, ജനകീയ പങ്കാളിത്തത്തോടു കൂടി എങ്ങനെയാണ് ഒരു ടൗൺ സൗന്ദര്യവൽക്കരണം സാധ്യമാവുക എന്ന് പറയുന്ന ഒരു ആലോചനയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു പദ്ധതി നമ്മളിപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. പ്രതിസന്ധികളെല്ലാം തരണം ചെയ്തുകൊണ്ട് നമുക്ക് ലഭ്യമായ റിസോഴ്സുകളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും മനോഹരമായ രീതിയിൽ നമ്മുടെ ചുഴലിയെ സൗന്ദര്യം ഉള്ളതാക്കുക എന്നത് തന്നെയാണ് ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് നമ്മൾ ലക്ഷ്യം വെച്ചിട്ടുള്ളത്.